നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ദിലീപ് നായകനായി ഇപ്പോൾ തിയേറ്ററുകളിൽ നല്ല അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന ചിത്രത്തിന്റെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് കേരളത്തിലെ മാത്രം ബോക്സ് ഓഫീസ് കളക്ഷനാണ്. അത് നിങ്ങളുമായി സംസാരിക്കാമെന്ന് കരുതി മാത്രമാണ് ഈ വീഡിയോ. ഇത് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമല്ല, അത് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഈ പറയാൻ പോകുന്നത്. ഈ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ദിലീപ് എന്ന് പറയുന്ന നായകൻ ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടായതും അതിനെ അദ്ദേഹം തരണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങുന്ന മൂന്നാമത്തെ ചിത്രമാണിത്. ആദ്യത്തെ ചിത്രം വളരെ വലിയൊരു ഹിറ്റായി മാറുകയുണ്ടായി. രണ്ടാമത്തെ ചിത്രം നല്ല രീതിയിൽ കളക്ഷൻ നേടിയെങ്കിലും അതിൻ്റെ ഉയർന്ന ബഡ്ജറ്റ് ചിത്രത്തെ ലാഭകരമല്ലാതെ ആക്കുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും നല്ലൊരു അഭിനയം തന്നെ അദ്ദേഹം ആ ചിത്രത്തിലൂടെ കാഴ്ചവെക്കുകയും ചെയ്തു. നേരെ തിരിച്ച് ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ, അതായത് കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ, ഒരു നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വർഷങ്ങളായി നമ്മൾ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിലീപിനെ നമുക്ക് ഈ ചിത്രത്തിൽ തിരിച്ചു വന്നതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഈ ഇഷ്യൂവിന് ശേഷം ഉണ്ടാകുന്ന ചിത്രങ്ങളിലെ നല്ലൊരു കോമഡി ചിത്രം എന്ന രീതിയിൽ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഈ ചിത്രം ആ രീതിയിൽ തന്നെയുള്ള ഒരു കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്റ്റഡി കളക്ഷനോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്നു. രണ്ടാം വാരത്തിലും നല്ല അഭിപ്രായം നേടി നല്ല രീതിയിൽ തന്നെ ഫാമിലി ഓഡിയൻസ് കയറി ചിത്രം പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ ചിത്രം നല്ലൊരു ലോങ് റൺ തന്നെ ഈ ചിത്രത്തിന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും കേരളത്തിൽ നിന്ന് ചിത്രം ഇതുവരെ കളക്ഷൻ നേടിയിരിക്കുന്നത് 7,30,00,000 രൂപയാണ്. ഇത് അനൗദ്യോഗികമായിട്ടുള്ള കണക്കാണ്. എന്തായാലും ഈ കണക്കിൽ നിന്ന് വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം വളരെ വിശ്വസനീയമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച കണക്കാണ് ഈ പറഞ്ഞത്. 7,30,00,000 രൂപ ചിത്രം ഇതുവരെയുള്ള കളക്ഷൻ കേരളത്തിൽ നിന്ന് നേടിയിട്ടുണ്ട്. ഏകദേശം, അത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, ഏകദേശം വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുന്നത് 10.5 കോടി രൂപയാണ് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. അതിനോട് എനിക്ക് എത്രത്തോളം അത് സത്യമാണ് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല. എന്തായാലും 7,30,00,000 രൂപ കേരളത്തിൽ നിന്ന് മാത്രം കളക്ഷൻ നേടി എന്നത് നമുക്ക് ഏകദേശം 99.9% വിശ്വസിക്കാവുന്ന കളക്ഷനാണ്. ഇപ്പോഴും സ്റ്റഡി കളക്ഷൻ, അതായത് ദിവസം ഏകദേശം 60 ലക്ഷം 65 ലക്ഷം രൂപയോളം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി ചിത്രം ഹിറ്റ് എന്ന ലിസ്റ്റിലേക്ക് കയറി കഴിഞ്ഞു. ഇനി നമുക്ക് ചിത്രം എത്രത്തോളം ഓടും എന്നത് മാത്രം നോക്കിയാൽ മതി. താരതമ്യേന മറ്റുള്ള ചിത്രങ്ങളെക്കാൾ ബഡ്ജറ്റ് കുറവായതുകൊണ്ട് തന്നെ ചിത്രം നല്ല രീതിയിൽ തന്നെ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.